ബിന്ദു MK എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന രസകരമായ ഒരു കമൻ്റാണ് നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാനുള്ളത്. അതിൻ്റെ സ്ക്രീൻഷോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് ഇതാണ്: ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്യരുത് എന്ന ടോപ്പിക്കുമായി ചെയ്ത ഒരു എപ്പിസോഡിൻ്റെ താഴെ വന്ന കമൻ്റാണ്. എല്ലാവരോടും എൻജോയ്മെൻറ്റ് എന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിക്ക് ഇല്ല. കറക്റ്റ് സമയം എന്നൊന്നുമില്ല. ട്രെയിനിങ്ങിൽ നല്ല തെറിയും കേൾക്കാൻ റെഡി ആയിക്കോ. ആണുങ്ങളാണെങ്കിൽ പെൺപിള്ളേരെ കൊണ്ട് ഒന്നും അങ്ങനെ ചെയ്യിക്കില്ല. ചത്ത് പണിയെടുത്തു റിസൾട്ട് ഉണ്ടാക്കാം. ഏതെങ്കിലും ഹോട്ടലിൽ ട്രെയിനിങ് കിട്ടുമ്പോൾ റൂമിൽ ഉള്ളവരിൽ കുറേ പേർ പറ്റാതെ നിർത്തിപ്പോകും. നിങ്ങൾ നിർത്തരുത്. മനസ്സിലാക്കാനുള്ളത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കോട്ടും ടൈയും ഒക്കെ ഇട്ട് നല്ല ഒരു വൈറ്റ് കോളർ ജോബ് എന്ന രീതിയിലാണ് പ്രൊമോഷൻ എടുക്കാറുള്ളത്. മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ കോഴ്സ് സെലക്ട് ചെയ്തത് കൊണ്ട് നല്ല കരിയറിൽ എത്തിപ്പെടാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനും അവർ നൽകുന്ന പ്ലേസ്മെൻറ്റ് സർവീസസുമാണ്. 5 സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടൽസിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നല്ല ഒരു ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വലിയൊരു സ്ട്രഗിളാണ് ലൈഫ് എന്നുള്ളത്. ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ആ കോഴ്സിൻ്റെ പേഴ്സണാലിറ്റിയും മാച്ച് ചെയ്യുന്നു എന്നുള്ളത്. പല കോഴ്സുകളും പഠിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലിയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. ചില കോഴ്സുകൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് നോക്കുക, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങൾ പഠിച്ച കോഴ്സ് ഏത് രീതിയിലുള്ള ജോബിലേക്കാണ് നയിക്കുന്നത് എന്ന കാര്യവും മനസ്സിലാക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല.